ഇന്നലെ യുഎസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് പോസിറ്റീവായിട്ടാണ്. ഡൗ ജോൺസും നാസ്ഡാക്കും എസ്&പി 500ഉം 0.5% അടുത്ത് പോസിറ്റീവായിട്ടാണ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത്. മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് ആയിരുന്നു. പക്ഷേ യുഎസ് ജിഡിപി ഡാറ്റ വന്നത് സ്ലൈറ്റ്ലി ലോവർ ആയിട്ടാണ് വന്നത്. എക്കണോമി കാര്യമായ രീതിയിൽ വളരുന്നില്ല എന്നുള്ളതാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ ട്രംപിന്റെ താരിഫിനെതിരെ ഈ ഫെഡറൽ കോടതി താൽക്കാലികമായ ഒരു സ്റ്റേ അനുവദിച്ചിരുന്നു. ഇനി അതിനെതിരെ അപ്പീൽ പോകാനായിട്ട് ട്രംപിന് സാധിക്കും. ട്രംപ് മറ്റ് ചില നിയമങ്ങൾ ഉപയോഗിച്ച് ഈ തീരുമാനം നടപ്പാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വീണ്ടും അമേരിക്കൻ മാർക്കറ്റ് ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലെ ജോബ്ലെസ് ക്ലെയിം വീണ്ടും വർദ്ധിക്കുന്നുണ്ട്. മറ്റൊന്ന് ജെറോം പവല് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാത്തത് ഒരു തെറ്റായ തീരുമാനമാണെന്ന് ട്രംപ് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതിനെതിരെ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്, അതായത് പലിശ കുറയ്ക്കാൻ തീരുമാനം എടുക്കുന്നത് രാഷ്ട്രീയ തീരുമാനമല്ല, അത് പല വസ്തുതകളും പഠിച്ചതിന് ശേഷം എടുക്കേണ്ട തീരുമാനമാണെന്നാണ് ജെറോം പവല് പറയുന്നത്. ഇത്തരത്തിൽ ചില കോൺഫ്ലിക്റ്റുകൾ അമേരിക്കയിൽ ഉണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റിനെ ഒരു ചെറിയ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പോസിറ്റിവിറ്റി ക്ലോസിംഗ് വരെ നിലനിർത്താൻ കഴിഞ്ഞില്ല. മാർക്കറ്റ് കുറച്ച് താഴേക്ക് വന്ന് എങ്കിലും പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. മെറ്റലും IT സെക്ടറും ഒക്കെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. അതുപോലെ FMCG, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഒക്കെ മൈനസിലായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇനി നമ്മൾ FISന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ FIS വീണ്ടും ജൂൺ കോൺട്രാക്റ്റിൽ ഷോർട്ട് പൊസിഷൻ കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്. 71% എന്നുള്ളത് 80%ത്തിലേക്കും പ്രോ ട്രേഡേഴ്സ് 54% എന്നുള്ള 67%ത്തിലേക്കും കൂട്ടിയിട്ടുണ്ട്. പ്രോ ട്രേഡേഴ്സ് ഓപ്ഷൻ പൊസിഷനിൽ ഏതാണ്ട് ന്യൂട്രലായിട്ടാണ് നിൽക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബെയറിഷ് ആയിട്ട് നിൽക്കുന്നു. റീറ്റെയിൽ ട്രേഡേഴ്സ് ബുള്ളിഷ് ആണ്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ ജപ്പാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡേറ്റ വരാനിരിക്കുന്നത്. ഓൾറെഡി മിക്ക ഡേറ്റയും വന്നിട്ടുണ്ട്. ജപ്പാൻ ഫാക്ടറി ഔട്ട്പുട്ട് താഴ്ന്നു. അതുപോലെ റീറ്റെയിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നു. ജോബ്ലെസ് റേറ്റ് അത് അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്നു. അതുപോലെ ജപ്പാന്റെ ഇൻഫ്ലേഷൻ ഹൈ ആവുന്നു. ജപ്പാന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ താഴുന്നു. കൂടുതലും നെഗറ്റീവ് ന്യൂസ് ആണ്. ജപ്പാൻ മാർക്കറ്റിൽ 1.5% മൈനസ് ആയിട്ടാണ്. ഇത് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ബാധിച്ചിട്ടുണ്ട്. ഇനി ഫ്രാൻസിന്റെ ഇൻഫ്ലേഷനും GDP റീറ്റെയിൽ സെയിൽസും ഇന്ന് വരുന്നുണ്ട്. അതുപോലെ ജർമ്മനിയുടെ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് GDP ഡേറ്റ ഇന്ന് വരുന്നത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന് USA ഇൻഫ്ലേഷൻ ഡേറ്റയും ഇന്ന് വരുന്നുണ്ട്. ഇനി പ്രധാനമായിട്ടും ഇന്ന് വരാനിരിക്കുന്ന റിസൾട്ടുകൾ അപ്പോളോ ഹോസ്പിറ്റൽസ്, അതുപോലെ FSN കൊമേഴ്സ് വെഞ്ചേഴ്സ്, നൈക്ക, ആസ്ട്രാസെനിക്ക, ജിൻഡാൽ പോളി, PNC ഇൻഫ്രാടെക്, SML ഇസുസു, സ്വാൻ എനർജി എന്നിവയുടെ റിസൾട്ടാണ് ഇന്ന് വരാനിരിക്കുന്നത്. ഇനി റിസൾട്ട് വന്ന കമ്പനികളിൽ ക്യാമ്പസ് ആക്റ്റീവെയർ, സെൻഗോ ഗോൾഡ്, ബജാജ് ഓട്ടോ ഒക്കെ പോസിറ്റീവായിട്ടുള്ള, സുസ്നോൺ ഒക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഒലക്ട്ര പോലുള്ള കമ്പനികൾ അല്പം നെഗറ്റീവായിട്ടുള്ള റിസൾട്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റു ന്യൂസ് നോക്കുകയാണെങ്കിൽ LIC അദാനി പോർട്ടിന്റെ 5000 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ US വല്ല ട്രേഡ് ഡീല് ജൂൺ 5-6 തീയതികളിൽ ന്യൂഡൽഹി വെച്ച് നടക്കുന്നുണ്ട്. ട്രേഡ് ഡീലിനെ സംബന്ധിച്ചുള്ള ചർച്ച. മറ്റൊന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് സെയിൽസ് കുറയുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തയുണ്ട്. അപ്പോൾ മാർക്കറ്റ് ശ്രദ്ധിക്കുക. US താരിഫിനെ സംബന്ധിച്ചുള്ള അൺസർട്ടനിറ്റി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വരുന്നത് 2 ദിവസങ്ങൾ മാർക്കറ്റ് അവധിയാണ്. അത്തരത്തിൽ എന്തെങ്കിലും തീരുമാനം വരുമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിൽക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.